ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജി. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. രസമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ആദ്യം ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും വേണം, കറിവേപ്പിലയും വേണം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു കഷ്ണം കായം കൂടെ വേണം. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പച്ചമല്ലി നല്ല ജീരകം പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 3 ടീസ്പൂൺ വീതം പച്ചമല്ലി നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും കായൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി കുക്കർ അടച്ചു വെച്ച് അടുപ്പത്ത് വെക്കാം. ഒരു വിസിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എയർ പോയിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എരിവിനും പുളിക്കും അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് രസത്തിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ രസം ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിന് ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്